ഓക്കെ. അപ്പോ ലാസ്റ്റത്തെ 2 ഫ്രീ സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുക? അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് എങ്ങനെയാണ് നമുക്ക് കുറക്കാൻ പറ്റുക? അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? എന്നുള്ള രീതിയിലാണ് നമ്മൾ ലാസ്റ്റ് 2 സെഷൻസ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ സെഷന് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം. നമുക്കറിയാം നമ്മുടെ ഹാപ്പിനെസ്സിനെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടെങ്കിലും അതിനെ മറച്ചു വെക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇമോഷൻസ്. നല്ല ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ചെറിയ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും ആ ഹാപ്പിനെസ് ഒക്കെ അവിടെ പോയിട്ട് നമ്മൾ കുറച്ചു നേരം ഡൾ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ ഹാപ്പിനെസ്സിനെ മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും? കുറച്ചു നേരം ഒരു സങ്കടം അവരങ്ങനെ പറഞ്ഞത് കൊണ്ട് നമുക്ക് ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു ഇമോഷൻസ് ഉണരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത അവസ്ഥ. ഓക്കെ. അപ്പൊ ആ അവസ്ഥ ആക്ച്വലി എന്തുകൊണ്ടാണ്? നമ്മുടെ ഇമോഷൻസ് കൊണ്ടാണ്. അപ്പൊ ഇമോഷൻസിനെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മള് ദുഃഖിച്ചിരിക്കുന്ന സമയം ഒരുപാട് കുറക്കാൻ പറ്റും. ഓക്കെ. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയം ഒരുപാട് കുറക്കാൻ പറ്റും. അതിനർത്ഥം നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന സമയം എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ അടുത്തുള്ള നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. കാരണം നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കിയുള്ള എല്ലാവരുടെയും ആ ഹാപ്പിനെസിന്റെ ആ ഒരു എനർജി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇമ്പാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരെ മറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അവരൊക്കെ നമ്മള് ഹാപ്പി ആയിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ഒരു എനർജി അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് എന്ത് ചെയ്യും? നമുക്ക് അവരിലും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ നോക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മളിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഹാപ്പി ആക്കുന്ന സമയം നമ്മൾ ഹാപ്പി ആവുന്ന സമയം കൂട്ടുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ഒരു എന്തെങ്കിലും ചിന്തിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇമോഷനിൽ കിടക്കുന്ന സമയത്തൊക്കെ നമ്മള് ഈ ഹാപ്പിനെസ്സിന്ന് അകലുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഈ ഇമോഷൻസിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മള് ഹാപ്പിനെസ്സിന്ന് അകന്ന സമയത്ത് ആക്ച്വലി ഹാപ്പിനെസ്സിന്ന് അകന്നു മാത്രമല്ല ഏത് ഇമോഷനാണോ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് അത് എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് ഇമോഷൻ ആണെങ്കിൽ അത് നമ്മുടെ ചുറ്റുമുള്ളവർ എന്ത് ചെയ്യും? ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക? അതിനെങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുക? അതിലൂടെ നമ്മുടെ ഹാപ്പിനെസിന്റെ ടൈം എങ്ങനെ കൂട്ടാൻ പറ്റുക? എന്നുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ. അപ്പോ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നമുക്ക് എല്ലാ മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇമോഷൻസ്. അത് നമ്മള് പറയാണെങ്കില് ആഹ് നമുക്ക് സങ്കടം, ദേഷ്യം, അസൂയ അതുപോലെ തന്നെ പിന്നെന്താ വിഷമം അങ്ങനെ ഒരുപാട് ഇമോഷൻസ് നമുക്കുണ്ട്. ഓക്കെ. ആൻസൈറ്റി, ഇൻസെക്യൂരിറ്റി ഇങ്ങനെ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരുപാട് നമുക്ക് ഇമോഷൻസ് നമുക്കുണ്ട്. ഓക്കെ. അതില്ലാത്തവർ ആയിട്ട് ആരുമില്ല. എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരിലൊക്കെ എന്തുണ്ടാവും? ഈ ഇമോഷൻസ് ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് കുറച്ച് ആൾക്കാര് സക്സസ്ഫുൾ ആവുന്നു അല്ലെങ്കിൽ കുറച്ച് ആൾക്കാര് നന്നായിട്ട് ഈ ഇമോഷൻസ് ഒക്കെ മറികടന്ന് പോകുന്നു. കുറച്ച് ആൾക്കാര് ഇവിടെ തന്നെ പെട്ടുകിടക്കുന്നു എന്നുള്ള രീതിയിലാവുന്നത്. ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പഠിച്ച ആൾക്കാര് അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ച ആൾക്കാർക്ക് എന്താണ്? അത് വലിയൊരു സംഭവമല്ല. അവര് ഓരോ ഇമോഷൻസിനെയും ആക്ച്വലി എന്ത് ചെയ്യും? ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് കാണും. കാരണം നമ്മളുടെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ് ഒരു ഒരു നിധി പോലത്തെ സംഭവമാണെങ്കില്, ആ നിധിയുടെ മേലെ വന്ന് കിടക്കുന്ന ചളിയാണ് എന്ത്? ഇമോഷൻസ്. ഓക്കെ. അപ്പം നമ്മളിലേക്ക് വരുന്ന ഓരോ ഇമോഷൻസിനെയും ശരിയായിട്ട് ബാലൻസ് ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇമോഷൻസിനെ എടുത്ത് മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ തലയില് ഒരു വലിയ ഭാണ്ഡക്കെട്ട് നമ്മുടെ തലയിൽ വെച്ച് എന്നിട്ട് നടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഭാണ്ഡക്കെട്ടുമായിട്ട് നടക്കുമ്പോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെ? എന്നാൽ ആ ഭാണ്ഡക്കെട്ട് നമ്മൾ എടുത്ത് നിലത്ത് വെച്ചിട്ട് നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ എന്താണ്? ഈസിനെസ് ആണ്. ഇതുപോലെയാണ് നമ്മുടെ ഇമോഷൻസും. അതായത് ഈ ഭാണ്ഡക്കെട്ട് പോലെ നമ്മൾ എന്തൊക്കെയോ കുറെ ഇമോഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ബോഡിയിൽ നമ്മൾ ചുമന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ലൈഫ് കുറച്ചുകൂടി ഇടുക്കമായിട്ട് അല്ലെങ്കിൽ ലൈഫ് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ടൊക്കെ ഫീൽ ചെയ്യണത്. ഓക്കെ. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ പോലും ചിലപ്പം ചില ആൾക്കാർക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഇമോഷൻസ് ആണ്. ഓക്കെ. അപ്പം ഇമോഷൻസ്ന്ന് ഫ്രീ ആവും തോറും എന്ത് ചെയ്യും? നമ്മുടെ ലൈഫിലെ എനർജി എന്ത് ചെയ്യും? കൂടി കൂടി വരും എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവും. നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് എന്ത് ചെയ്യും? കൂടി കൂടി വരും എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇമോഷൻസിനും
വരുന്നത് നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യല്ല വേണ്ടത്. പക്ഷെ അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യുക, അതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇമോഷൻസിനെ എന്നേക്കും ആക്കിയിട്ട് നമുക്ക് ഫ്രീ ആക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഇമോഷൻസ് ഒക്കെ നമ്മളിൽ വന്നതെന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒട്ടുമിക്ക ഇമോഷൻസും എന്താണ്, പാരമ്പര്യമായിട്ടും പരമ്പരാഗതമായിട്ടും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ നമുക്കത് കിട്ടുന്നുണ്ട്. എന്നാൽ പോലും ഈ ഇമോഷൻസിന് നമ്മളൊരു ഒരു പ്രായം കടന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇമോഷൻസിന് നമ്മൾ അവെയർ ആവുക. പല ആൾക്കാരും വയസ്സായാലും അതിൽ അവെയർ ആവാറില്ല, അത് വേറെ കാര്യം. പക്ഷെ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇമോഷൻസിനെ പറ്റി അറിയാനും അതിനെ മാനേജ് ചെയ്യാനൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യും, ആ ജനറേഷനെ തന്നെയാണ് ബ്രേക്ക് ചെയ്യുക. അതായത് അവരുടെ ജനറേഷൻ ബൈ ജനറേഷൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറെ ഇമോഷൻസ് ഉണ്ടാവും. ഓക്കെ, അവരുടെ ഉപ്പ, ഉപ്പാടെ ഉപ്പ, അങ്ങനെ ഫാമിലി വൈസ് കുറെ കാലമായിട്ട് ഒരേ ഇമോഷൻസ് ആയിരിക്കും കൊണ്ടുവരുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ആ ഇമോഷൻസിനെ പറ്റി അറിയാൻ ഒരു ഭാഗ്യം കിട്ടുകയാണെങ്കിൽ, അതിനെ മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമ്മുടെ ജനറേഷൻ മുതൽ അടിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഇമോഷനെ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോ നമുക്ക് ചില ഇമോഷൻസിനെ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ആൻസൈറ്റി ഒരു എക്സാമ്പിൾ പറയാണ്. ആൻസൈറ്റി അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും, ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പേടി നമുക്ക് പല കാര്യത്തിലും ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമ്മൾ ഏതൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ ആൻസൈറ്റി എന്ന് പറയുന്ന സംഭവം വരാറുണ്ട്. അപ്പൊ ഈ ആൻസൈറ്റി മനുഷ്യന്മാർക്ക് ഉണ്ടാവാൻ ഒരു കാരണം, ആഹ് പല സയന്റിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് കാലത്ത് മനുഷ്യര് കാട്ടിലൊക്കെ താമസിച്ചിരുന്ന സമയത്ത് അവര് ഫുൾ ആൻഷ്യസ് ആയിരുന്നു. ആ സമയത്ത് അങ്ങനെ ആവണം. കാരണം കാട്ടിൽ താമസിക്കുന്ന സമയത്ത് എപ്പോഴാണ് മൃഗങ്ങൾ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക, എപ്പോഴാണ് ആഹ് നമ്മളെ മറ്റുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുള്ളതുകൊണ്ട് അവരെപ്പോഴും എന്താണ്, ആൻഷ്യസ് ആയിരുന്നു. ഇനി എന്ത് സംഭവിക്കും, ഇനി എവിടുന്നാണ് ആക്രമണം വരാൻ പോണത്, ഇനി എവിടുന്നാണ് മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ഫുള്ളി വിജിലന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ആ സമയത്ത് ഒരുപാട് ആൻസൈറ്റി ഉള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ആൻസൈറ്റി പിന്നെ ജനറേഷൻ ബൈ ജനറേഷൻ DNA കൂടെ ഒക്കെ വന്നിട്ട് ഇപ്പോഴും പല ജനറേഷനിലും എന്ത് ചെയ്തിട്ടില്ല, ആ ആൻസൈറ്റി മുഴുവനായിട്ട് പോയിട്ടില്ല. ഇപ്പോഴും നമുക്ക് എന്താണ്, ഒരു അൺസർട്ടൈനിറ്റി ഉണ്ടാവുന്ന സമയത്ത് ജീവിതത്തിൽ നമുക്ക് നമ്മളെ ഫ്രണ്ടിൽ എന്താണെന്ന് കാണാൻ പറ്റാത്ത ഒരു സമയത്ത് എന്താണ്, ഇതേ ആൻസൈറ്റി നമുക്ക് വരാറുണ്ട്. ഇതുപോലെയാണ് പല ആൻസൈറ്റീസ്, പല ഇമോഷൻസ് നമുക്കുള്ളത്. ഓക്കെ. പക്ഷെ ഈ ഇമോഷൻസിന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ അവിടെ നിന്നുള്ള ജനറേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവരുടെ ഇമോഷൻസ് ഒക്കെ എന്തായിരിക്കും, വളരെയധികം കുറവായിരിക്കും. അതായത് ഇവരുടെ ജനറേഷൻ ഇപ്പം പ്രധാനമന്ത്രിയുടെ മോൻ എന്ത് ചെയ്യും, മിക്കവാറും എന്ത് ചെയ്യും, അടുത്ത മന്ത്രിയായിട്ട് മാറും, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും വലിയ പൊസിഷനിൽ പോകും, അല്ലെങ്കിൽ അയാള് വേറെ ആർട്ടിലോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് അവര് സക്സസ്ഫുൾ ആവുന്നുള്ളതാണ്. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ഇങ്ങനത്തെ കാര്യത്തിലേക്കൊക്കെ കടക്കുമ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് ഇമോഷൻസ് വരും. എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള ആൻസൈറ്റീസ് വരും, ഇൻസെക്യൂരിറ്റീസ് വരും. അതായത് ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുവോ എന്നുള്ള പല രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരുമെങ്കിൽ, നമ്മൾ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫാമിലീസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ആ ഒരു ഫാമിലീസിൽ ഇമോഷണൽ ഇതൊക്കെ കുറവായതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് അത് ഒന്നുകൂടി എളുപ്പമാണ്. അപ്പൊ നമ്മുടെ ഫാമിലീസിൽ, നമ്മുടെ ജനറേഷനിൽ നമ്മുടെ ഈ പറഞ്ഞ ഇമോഷണൽ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ എന്ത് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക, നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാം. അതിനെ ബാലൻസ് നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ അടിയിലത്തെ ജനറേഷൻ കൂടി എന്ത് ചെയ്യും, അതിൽ നിന്ന് ഫ്രീ ആവുന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജനറേഷൻ മുതൽ നമ്മുടെ അടിയിലത്തെ ജനറേഷൻ പോകും തോറും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള, കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള, കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, നമ്മുടെ ജനറേഷനിൽ നമുക്ക് വന്നു തുടങ്ങുന്നുള്ളതാണ്. ഓക്കെ. അപ്പോ എവിടെയാണോ ഈ ഇമോഷണൽ ബാലൻസിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടാവുന്നത്, അവിടെ മുതൽ എന്താണ്, ആ ജനറേഷന് ബ്ലെസ്സിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ജനറേഷൻ എന്താണ്, ഇമോഷണൽ നിന്ന് ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം ഇമോഷണൽ ബാലൻസിങ് നമ്മള് തുടങ്ങുമ്പോ അതിൽ നമ്മള് അതിൽ ആദ്യം വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷനിൽ നമ്മൾ അവെയർ ആവുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ഇമോഷൻ ഉണ്ട് എന്നുള്ളതിന് അവെയർ ആവാം. ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് കോമൺ ആയിട്ട് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ജനറേഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷൻസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ്. അതായത് നമുക്ക് എന്ത് ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അതിനെ എസ്കേപ്പ് ചെയ്യാം എന്നുള്ളൊരു സംഭവമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ജനറേഷൻ ആയിട്ട് നമുക്ക് അങ്ങനെ പകർന്നു വന്നിട്ടുണ്ടാവാം. അതായത് നമ്മളിപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നതാണ്, അല്ലെങ്കിൽ അതൊക്കെ ഇപ്പൊ വലിയ കാര്യമാണോ എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യില്ല,
അംഗീകരിക്കൂല. നമ്മൾ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യില്ല, അതിനെ അംഗീകരിക്കൂല. അപ്പൊ അങ്ങനെ അംഗീകരിക്കാതെ വരുമ്പോ സമയത്ത് എന്ത് ചെയ്യും, നമ്മളും നമ്മുടെ ഇമോഷൻസിനെ ഡൗട്ട് ചെയ്യും. ഇത് എനിക്ക് തോന്നുന്നതാണോ ഇനി എന്നുള്ള രീതിയിൽ നമ്മൾ ഡൗട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ആ ഇമോഷൻസ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ എസ്കേപ്പ് ചെയ്യും, അതിനെ അഡ്രസ് ചെയ്യൂല. പിന്നെ നമ്മൾ വിചാരിക്കും എന്താണ്, അത് അത്ര വലിയ സംഭവം ഒന്നും അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ എസ്കേപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ ഇമോഷൻസും നമുക്ക് വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ എസ്കേപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ആയിരിക്കും ഒരു കുറെ കാലമായിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ എന്തല്ല, ഇമോഷണലി അവെയർ അല്ല, ഇത് മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നതാണ്, ഇതിൽ നിന്ന് ഫ്രീ ആവണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, അതിനെ ഡീൽ ചെയ്യാറില്ല. നമ്മൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുകയേ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ നടിക്കുന്ന സമയത്ത് പ്രശ്നം എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതാണ് പലപ്പോഴും നമുക്ക് ഈ ലൈഫ് ഒരുപാട് ഇടുക്കമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആഹ് പ്രായമാകുമ്പോൾ, അന്ന് ഞാൻ സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, നമ്മൾ അതിനെ റിലീസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് നമ്മുടെ ബോഡിയിൽ പലതരം പലതരം രോഗങ്ങളും എന്ത് ചെയ്യും പിന്നീട് ഉണ്ടാവാനായിട്ട് കാരണമായിട്ട് മാറുന്നുള്ളതാണ്. ഓക്കെ. ചില ആൾക്കാർക്ക് അന്ന് ഞാൻ സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉറക്കക്കുറവിന് അത് കാരണമാവും. ഇടയ്ക്കിടയ്ക്ക് ഹെഡ് ഏക്ക് വരുന്നതിന് ഒരു കാരണമാവും. ഓക്കെ. ചിലപ്പോൾ കുറെ കാലം വളരെ ഇമോഷണലി സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് പല രീതിയിലുള്ള ജോയിന്റ്സിലും ഒക്കെ എന്ത് ചെയ്യും, പല രീതിയിലുള്ള പെയിൻസ് ഒക്കെ ആയിട്ട് അത് മാറുന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതിന്ന് ഫ്രീ ആവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ശരിക്കുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഫ്രീ ആവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ നമ്മുടെ ഇമോഷൻസിൽ അവെയർ ആവണം. എനിക്ക് എന്തൊക്കെ ഇമോഷൻ ആണ് ഉള്ളത് എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ അവെയർ ആവണം. ഓക്കെ. അത് നമ്മൾ അറിയണം, എന്തൊക്കെയാ ഉള്ളത്. എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വരാറുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, പേടി ഒക്കെ വരാറുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അറിയണം. ഓക്കെ. അതിനെ അറിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അത് ഇല്ലാതായി കഴിഞ്ഞാലുള്ള അവസ്ഥ പോലെ നമുക്ക് മനസ്സിലാവാം. അതായത് ഞാനിപ്പോ ഒരു കാര്യം ചെയ്യുന്നു, എനിക്ക് അതിന് പേടി തോന്നുന്നു. ഓക്കെ. അപ്പൊ എനിക്ക് പേടിയുണ്ട്. ഓക്കെ. എന്നാലും എന്ത് ചെയ്യാ, പേടിയുണ്ട് നമ്മൾ അംഗീകരിച്ചിട്ട് എന്ത് ചെയ്യാ, കാര്യം ചെയ്യാം. കുറച്ചു കാലം ചിലപ്പോൾ ആ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ പേടി പോയിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്കറിയാം എന്ത്, അന്നുണ്ടായിരുന്ന ആ ഇമോഷൻ ഇപ്പൊ ഇല്ലാന്ന്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇമോഷനിൽ നിന്ന് ഫ്രീ ആവുക. ഓക്കെ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇമോഷനിൽ എസ്കേപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പണ്ട് മുതലേ കുറെ ഇമോഷൻസ്, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒരുപാട് ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ടാവും. ഓക്കെ. ഈ ഇമോഷൻസ് എന്ത് ചെയ്യും, അതിനോട് സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് ട്രിഗർ ചെയ്യും. ഇപ്പോ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരിക എന്നുള്ള സംഭവമൊക്കെ വരുന്നത് എന്താണ്, പണ്ട് അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. അതിന് ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവം വരുമ്പം അന്ന് അവിടെ ഹോൾഡ് ചെയ്തിട്ടുള്ള ആ ഇമോഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഓൺ ആവുന്നത്. അന്ന് നമ്മുടെ ഉള്ളിൽ കേറിപ്പോയിട്ടുള്ള ആ ഇമോഷൻ പിന്നെയും ഓൺ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് വിഷമം വരുന്നത്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ തന്നെയാണ്. എസ്പെഷ്യലി ബോയ്സ് അല്ലെങ്കിൽ മെന്നിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഗേൾസ് പിന്നെയും അവർക്ക് കുറച്ച് ഫ്രീ ടൈം കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഇമോഷൻ അഡ്രസ് ചെയ്യുന്നതാണെങ്കിൽ, ബോയ്സിന്റെ ഒരു കാര്യം, മെന്നിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അവര് ഇമോഷനെ തീരെ അഡ്രസ് ചെയ്യാത്ത ആൾക്കാരാണ്. ഇൻ ദ സെൻസ്, ഇപ്പം നമുക്ക് പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മള്, ബോയ്സ് കരയാൻ പാടില്ല, അല്ലെങ്കിൽ ബോയ്സ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അവരൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടവരാണ് എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഇതിലൂടെയൊക്കെ നടക്കുന്നത് എന്താ വെച്ചാൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതാണ്. സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് എല്ലാ ബോയ്സും, എല്ലാ കുട്ടികളും, ആൺകുട്ടികളും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, കരയാറുണ്ട്. പക്ഷെ ഒരു പ്രായം അങ്ങോട്ട് കഴിഞ്ഞു പോകുമ്പോ എന്തുണ്ടാവും, ഇവരോട് ഇനി കരയരുത്, ആൺകുട്ടികൾ കരയരുത് എന്നുള്ള രീതിയിൽ ഡയലോഗുകൾ വരുമ്പോൾ ഇവർ അതിനെ സപ്രസ് ചെയ്യും. ഓക്കെ, ഞാൻ ആണാണ്, അപ്പൊ എന്റെ ഐഡന്റിറ്റിനെ അത് ബാധിക്കുന്നുണ്ട് അല്ലെ എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, അതിനെ സപ്രസ് ചെയ്യുന്നതാണ്. പക്ഷെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ രൂപത്തിലാ വരിക. കൂടുതലും ബോയ്സ് അല്ലെങ്കിൽ മെന്നിനാണ് കൂടുതലും പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരായിട്ട് അവർ മാറുക. അതിനൊരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അന്ന് ഹോൾഡ് ചെയ്തിട്ടുള്ള ഇമോഷൻ എന്താണ്, പെട്ടെന്ന് എന്ത് ചെയ്യാണ്, വേറെ രൂപത്തിൽ പുറത്തു വരിക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ സപ്രസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ഇതുപോലെ പല രീതിയിൽ എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വരും. ഇൻ ഇൻ ചില കേസിൽ എന്ത് ചെയ്യും, നമ്മള് ബോഡിയിൽ എന്ത് ചെയ്യും, അത് പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഓരോ ഇമോഷൻസിനെയും നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക, ഇത് എനിക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ അംഗീകരിക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, അതിൽ നിന്ന് പതിയെ നമുക്ക് ഫ്രീ ആവാൻ പറ്റുക. ഓക്കെ. അപ്പൊ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഇമോഷൻസിൽ അവെയർ ആവണം. ഓക്കെ. നമ്മൾ സെൽഫ് അവയർനെസിന്റെ ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ് എന്തൊക്കെയാണ് നമ്മൾ അറിയണം. അത് അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നല്ലതാണോ ചെയ്തതാണെന്ന്
മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ലതാണോ ചീത്തതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എല്ലാവരും, ഞാൻ ഒരു 5 ഇമോഷൻസിന്റെ പേര് ഞാൻ പറയാം. ഓക്കെ, 5 ഇമോഷൻസിന്റെ പേര്. ഈ 5 ഇമോഷൻസിലും നിങ്ങൾക്ക് ഇപ്പോ എത്ര പെർസെന്റേജ് ആണെന്ന് എഴുതണം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണത് നല്ലതാണ്, കാരണം നമ്മുടെ ലെവല് എപ്പോഴും അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ഇമോഷൻ ഹാപ്പിനെസ്. ഓക്കെ, ഹാപ്പിനെസ് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ ആണ്. ഹാപ്പിനെസ് എത്ര പെർസെന്റേജ് ഇപ്പൊ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഹാപ്പിനെസ് നമ്മുടെ ഇപ്പോഴത്തെ ഇമോഷന്റെ ലെവല് നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ്. അപ്പൊ ഹാപ്പിനെസ്, അടുത്തത് സാഡ്നെസ്, മൂന്നാമത്തെ ആങ്കർ, നാലാമത്തത് ജോയ്, അഞ്ചാമത്തത് ആൻഷൈറ്റി. ഓക്കെ. ഞാൻ ഇതിൽ 6 കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഇതില് ഓരോന്നിലും എനിക്ക് എത്ര ഇമോഷൻ ഉണ്ട്, എത്ര പെർസെന്റേജ് ആണ് എന്റെ ഇമോഷൻ. ഇപ്പം ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്യണ ഒരു 60% ആണ് എനിക്ക് ഹാപ്പിനെസ് ഉള്ളത്. അപ്പൊ ജസ്റ്റ് അത് നോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ജെന്യുവിൻ ആയിട്ട് ട്രൂ ആയിട്ട് എത്രയാണ് തോന്നുന്നത് അത് നമ്മൾ നോട്ട് ചെയ്യാം. എല്ലാത്തിന്റെയും വാല്യൂ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇടാം. ഓരോ ഇമോഷൻസിന്റെ വാല്യൂ കിട്ടിയവര് ആ, കഴിഞ്ഞാല് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ടൊന്ന് ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഹാപ്പിനെസ്, സാഡ്നെസ്, ആങ്കർ എന്ന് പറഞ്ഞ ദേഷ്യം, ജോയ്, ആൻഷൈറ്റി, ഇൻസെക്യൂരിറ്റി. ഓക്കെ, ഒരാളുടെ കഴിഞ്ഞു. ബാക്കിയുള്ളവര്. ഓക്കെ.
ഓക്കെ, ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനാണ് നമ്മൾ ഇമോഷണൽ അവെയർ ആവുക എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മുടെ ഇമോഷൻസ് ഇത്ര, ഏതൊക്കെ ഇമോഷൻസ് എത്ര ഉണ്ട്, എനിക്ക് ആൻസൈറ്റി ഉണ്ടോ, എനിക്ക് ഹാപ്പിനെസ് ഉണ്ടോ, സാഡ്നെസ് ഉണ്ടോ, അല്ലെങ്കിൽ എവിടൊക്കെയാണ് എനിക്ക് ദുഃഖമുള്ളത് എന്നുള്ളതിൽ അവെയർ ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോ ഈ ഇമോഷൻസ് നമ്മൾ ആക്ച്വലി നമ്മൾ ഉള്ളിൽ ഹോൾഡ് ആയിട്ട് കിടക്കുന്നു മാത്രമല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യാറുണ്ട്, ഇത് ഒരുപാട് നമ്മളെ ബാധിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇമോഷണൽ ബാലൻസിങ് അല്ലെങ്കിൽ ഇമോഷണൽ അവെയർ ആവുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ലൈഫില് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇമോഷൻസ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. ഓക്കെ, പുതിയതായിട്ടൊരു കാര്യം നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചോ, ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഭയങ്കര എനർജിയിൽ തുടങ്ങിയാലും കുറച്ച് അത് തുടങ്ങിയാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പിന്നെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ഇമോഷൻസും ഒക്കെ എന്ത് ചെയ്യും, നമ്മളെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അവെയർ ആവണം അതില്? ഓക്കെ, ഇത് ഇമോഷൻസ് ആണ്, ഇത് സത്യമല്ല, അല്ല, നമുക്ക് വരുന്ന എല്ലാ ഇമോഷൻസും സത്യമല്ല. ഓക്കെ, അപ്പം ഇത് സത്യമല്ല, ഇത് ടെമ്പററി ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡീൽ ചെയ്യണം. ഇമോഷൻസിനെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡീൽ ചെയ്യണം. ഓക്കെ, അപ്പൊ അത് എന്ത് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളോട്, ഈ ഇമോഷൻസും തോട്ട്സും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോ ഇമോഷൻസിന്റെ ഒപ്പം എന്തുണ്ടാവും, ഒരു തോട്ട് ഉണ്ടാവും, നിന്നെ കൊണ്ട് അത് പറ്റൂല, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ പല തോട്ടുകളും വരും. ഓക്കെ, അപ്പൊ ഈ തോട്ടുകൾ വരുന്ന സമയത്ത് ഇതൊക്കെ ടെമ്പററി ആണ്, ഇതൊക്കെ മാറും എന്നുള്ള രീതിയിൽ നമ്മൾക്ക് അതിനെ കുറച്ചു നേരത്തിന് ക്ഷമിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പഴയ ഒരു എനർജി നമുക്ക് വരുന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പുതിയൊരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജോലിക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോ ഇതുപോലത്തെ ഇമോഷൻസ് വന്നാൽ നമുക്കൂടെ പറ്റുമോ, അങ്ങനെ ആവോ ഇങ്ങനെ ആവോ, കുറെ ഇൻസെക്യൂരിറ്റി, ആൻസൈറ്റി ഒക്കെ നമുക്ക് വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുന്നതിന് പകരം, അതായത് അന്ന് അങ്ങനെയാണെങ്കിൽ നിർത്താം, വേണ്ട ഈ പണിക്ക് എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനം എടുക്കാതെ, ഇമോഷൻസ് വരുന്ന സമയത്ത് ഓക്കെ ഇതൊക്കെ ടെമ്പററി ആണ്, ഇതൊക്കെ ടെമ്പററി ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ട്, ആ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് സ്റ്റെപ്പാണോ എടുത്തിട്ടുള്ളത്, ആ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലോ അന്നെങ്ങാനും ഞാൻ ആ തോട്ട് വന്ന സമയത്ത്, അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി തോട്ട് വന്ന സമയത്ത് നിർത്തിയിരുന്നെങ്കിൽ അതോടെ കഴിഞ്ഞായിരുന്നു. ഇന്ന് ഇപ്പൊ ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഈ ഒരു സംഭവം അന്ന് അതുകൊണ്ട് കിട്ടുമായിരുന്നില്ല എന്ന് നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടാണ് വരുന്നത്, ഈ ഇമോഷൻസ് നമ്മളെ പറ്റിക്കും. ഓക്കെ, അപ്പൊ ഇമോഷൻസ് പറ്റിക്കും എന്ന് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആള് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒന്നിനും തിരക്ക് കൂട്ടില്ല. ഓക്കെ, അങ്ങനെ ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അതിനെ അവിടെ പേഷ്യൻസോടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. അങ്ങനെ അതിൽ സക്സസ് ആവുന്നതാണ്. അപ്പൊ നമ്മള് ഏതൊരു ഏരിയയിൽ പുതുതായിട്ട് ചെയ്യുന്ന ഏതൊരു സംഭവം ആയിക്കോട്ടെ, ഓക്കെ, നമുക്ക് എന്താണ്, സ്വാഭാവികമായിട്ടും നമ്മള് ഫാമിലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ, ആരും ചെയ്യാത്തൊരു സംഭവമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഇമോഷൻസ് നമ്മളെ തളർത്തും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളെ തളർത്തും. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും, നമുക്ക് ആൻസൈറ്റി തരും, നമുക്ക് ഇൻസെക്യൂരിറ്റി തരും. പക്ഷെ അതിനൊന്നും നമ്മള് വിശ്വസിക്കാതെ, അതൊക്കെ അവിടെ തരുന്നുണ്ട്, പക്ഷെ അതൊന്നും വിശ്വസിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മുന്നോട്ട് പോകണം പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ശരിയായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യണം. അപ്പൊ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഇമോഷണൽ ബാലൻസ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ അതിനെ വിശ്വസിക്കാതിരിക്കുന്ന സമയം മാത്രമാണ് പ്രശ്നമുള്ളൂ. ഓക്കെ, നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ അറിയണ്ടാവും എന്ത്, ഇതൊക്കെ ഇവര് പറയുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്ന സംഭവമാണ്, ഇവര് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇമോഷൻസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളെ ഡൗട്ട് ചെയ്യുന്ന സമയം മുതലാണ് എന്ത് ചെയ്യുന്നത്, ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോ നമുക്ക് എന്തൊരു പുതിയ കാര്യം ചെയ്യുന്ന സമയത്തും ഇങ്ങനെ വരുന്ന നെഗറ്റീവ് തോട്ട്സും ഇമോഷൻസിനും നമ്മൾ വിശ്വസിക്കാതെ, നമ്മള് അതിനെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ച് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് പറ്റിക്കലായിരുന്നു എന്നുള്ള കാര്യം. പല ആൾക്കാരും അവരുടെ ഡ്രീം ഗീവ് അപ്പ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരുടെ ഇമോഷൻസിനെ അവര് വിശ്വസിച്ച് പോകുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും വിചാരിക്കുന്ന, നമുക്ക് വരുന്ന ചിന്തയല്ല അത് കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഫീലിംഗ് അല്ല അത് കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തില് ഇതെന്തല്ല, നമ്മളുടെ ഫീലിംഗ് അല്ല അത്, മറ്റുള്ളവർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. ഓക്കെ, ഉദാഹരണത്തിന് ബിസിനസ് പുതിയതായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാണ്, ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ അഭിപ്രായം ചോദിക്കുകയാണ്, എന്ത്, നമ്മൾ ആരോടും ചോദിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും അറിയാതെ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്തു പോകും. പക്ഷെ നമ്മളോട് ഒരാളുടെ അഭിപ്രായം ചോദിക്കുകയാണ്, എന്ത്,
ഞാൻ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇത് പുതിയൊരു അടിപൊളി സംഭവമാണ്, എന്താണ് എന്റെ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് അയാൾ പറയും, എടാ വളരെ ശ്രദ്ധിച്ച് ചെയ്തോട്ടോ. ഇന്നാള് അങ്ങനെ അവിടെ ഒരാൾ ബിസിനസ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്, അയാളെ വീടൊക്കെ വിൽക്കേണ്ടി വന്നിട്ടുണ്ട്, കടം വാങ്ങിച്ചിട്ട് ആകെ പ്രശ്നമായിട്ടുണ്ട് എന്ന് കേൾക്കുന്നത് മുതലാണ് എന്ത് ചെയ്യാ, ആ അവരുടെ ഉള്ളിലത്തെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻ നമ്മുടെ ഉള്ളിൽ കയറാം. അപ്പൊ മുതൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് ഈ നമ്മുടെ ബിസിനസ്സിൽ ചെറിയൊരു ഫെയിലിയർ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, അയ്യോ ഇനിയിപ്പോ അതുപോലെ ആവോ അതുപോലെ ആവോ അതുപോലെ ആവോ എന്നുള്ളതിലുള്ള ഇമോഷൻസ് നമുക്ക് വരുന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഈ ഇമോഷൻസ് ആക്ച്വലി എന്തല്ല, ട്രൂ അല്ല. ഇത് പലപ്പോഴും നമുക്ക് പകർന്ന് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളതിന് സ്പ്രെഡ് ആയിട്ട് കിട്ടുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിലും കെട്ടിക്കിടക്കുന്ന ഒരു ഇമോഷൻ, ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിലും മറ്റുള്ളവരുടെ വാക്കിലൂടെ നമുക്ക് വരുന്ന ഇമോഷൻസിനാണെങ്കിലും നമുക്ക് ഇതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതിനൊന്നും ഞാൻ ഇപ്പൊ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ അവിടെ തന്നെ നിർത്താനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മുന്നോട്ട് ചെയ്ത് കൊണ്ടുപോകാനും പറ്റുകയാണെങ്കിൽ ഒരു ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ മതി, നമുക്ക് എന്ത് മനസ്സിലാവും, ഓ അന്നെങ്ങാനും ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് കിട്ടിയിരുന്ന ഈ ഒരു സംഭവം നേടിയെടുക്കാൻ പറ്റില്ലായിരുന്നു, നമുക്ക് മനസ്സിലാവും. ഇതിന് ഏറ്റവും മിനിയേച്ചർ ആയിട്ടുള്ള എക്സാമ്പിള്, നമുക്ക് ഭയങ്കര ടെൻഷൻ തോന്നുന്ന സമയത്ത്, നമുക്ക് വളരെയധികം നെഗറ്റീവ് തിങ്കിങ് ഒക്കെ വരുന്ന സമയത്ത്, നമ്മളിപ്പോ ഒരു റൂമിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഒന്ന് പാർക്കിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ട് വരിക, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ നേരത്തെ തോന്നിയതൊക്കെ വെറുതെ തോന്നിയായിരുന്നു, അതിൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന്. ഓക്കെ. അതായത് നമ്മൾ ഒന്ന് ഹാപ്പി ആവാൻ, നമ്മുടെ ഹാപ്പിനെസ് ഇമോഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൻഷൈറ്റിക്ക് അവിടെ സ്ഥാനം ഉണ്ടാവില്ല. അപ്പോ നമ്മൾ ഹാപ്പി ആവുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവും എന്ത്, ഈ ആൻഷൈറ്റി സമയത്ത് വന്ന ചിന്തകൾ പോലും എന്താണ്, ശരിയല്ല എന്നുള്ളത്. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ എനർജി ഒക്കെ കണക്റ്റഡ് ആണ്. ഇത് മൂന്നും കണക്റ്റഡ് ആണ്. ഓക്കെ. അതായത് നമ്മുടെ നമ്മുടെ എനർജി ഹൈ ആണെന്ന് വിചാരിച്ചോ, നല്ല എനർജറ്റിക് ആയിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ വരില്ല. അപ്പൊ നമുക്ക് എല്ലാം ചെയ്യാം ചെയ്യാം ചെയ്യാം, ഞാൻ കോൺഫിഡന്റ് ആണെന്നുള്ള സംഭവമാണ് നമുക്ക് വരിക. ഓക്കെ. എന്നാൽ നമ്മുടെ എനർജി ലോ ആണ്, നമ്മുടെ നമ്മളെന്താണ്, ഇമോഷനിലും ഒരു ലോ ആയിട്ടുള്ള ഒരു സങ്കടത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് വരുന്ന ചിന്തകൾ എന്തായിരിക്കും, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള, ഈ ചെയ്താൽ ശരിയാവൂല എന്നുള്ള രീതിയിൽ നമ്മളെ തോന്നിപ്പിക്കുന്ന ഇമോഷൻസ്, തോട്ട്സ് ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ. അപ്പൊ ഇത് മൂന്നും കണക്റ്റഡ് ആണ്. അപ്പൊ ഇതില് ഏതിലേലും ഒന്നിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ തോട്ട്സിനെ മാറ്റാൻ പറ്റും നമുക്ക്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിള്, നമ്മള് ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ വരുന്ന തോട്ട്സും ഡൗൺ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളെ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവാം, അല്ലെങ്കിൽ ഒന്ന് വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ഒന്ന് നടക്കുക. ഓക്കെ. അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഒന്ന് വിളിക്കുക. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഇമോഷൻസ് എന്ത് ചെയ്യും, പിന്നെയും പോസിറ്റിവിറ്റിയിലേക്ക് വരും, നമ്മുടെ എനർജി എന്ത് ചെയ്യും, പിന്നെയും പോസിറ്റീവായിട്ട് വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും നേരത്തെ തോന്നിയതൊക്കെ വെറുതെ തോന്നിയതാണ്. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമോഷൻസിനെ ബാലൻസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിന്റെ ചതിയിൽ പെടും. ഇമോഷൻസിന്റെ ചതിയിൽ നമ്മൾ പെട്ടുപോകുന്നതാണ്. അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. ഓക്കെ. പല ആൾക്കാരും ലോണൊക്കെ എടുക്കുക എന്താണ്, കട ഈ ലോണൊക്കെ എടുക്കുന്ന തീരുമാനം എടുക്കുക പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ബാധ്യത വന്നു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും, ഏഹ് അവർക്ക് അപ്പൊ ആ സമയത്ത് വരുന്ന തോട്ടൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഞാൻ ഇനി അങ്ങനെ ആവോ, എനിക്ക് ഇനി വീട് വെക്കേണ്ടി വരും, അങ്ങനെയൊക്കെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആ സമയത്ത് വരിക, അല്ലെങ്കിൽ ഇമോഷൻസ് ആ സമയത്ത് വരിക. അപ്പൊ അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അത് അത്രയും കാലം ലോൺ ഒരിക്കലും എടുക്കരുതെന്ന് വിചാരിച്ച ആളായിരിക്കും, പക്ഷെ ഈ ഒരു ഇമോഷനിൽ പെട്ട് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ലോൺ എടുക്കുക. കാരണം അയാൾക്ക് എങ്ങനെയെങ്കിലും ആ ഇമോഷനിൽ നിന്ന് എന്ത് ചെയ്യണം, എസ്കേപ്പ് ചെയ്യണം. ഓക്കെ. ആ ഇമോഷൻസിൽ നിന്ന് മാറി നിൽക്കണം. അതിനെന്ത് ചെയ്യും, അയാൾ എന്ത് തീരുമാനം എടുക്കും, എന്നാൽ ലോൺ എടുക്കാം എന്നുള്ള തീരുമാനം എടുക്കും. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞാല്, ഇപ്പൊ ഒരു മാസം കഴിഞ്ഞാലും മനസ്സിലാവുക, അന്ന് ലോൺ എടുക്കേണ്ടിയിരുന്നില്ല, അതുകൊണ്ടാണ് അന്നത്തേനേക്കാളും വലിയ പ്രശ്നമാണ് ഇപ്പൊ ഉള്ളത്, ലോൺ അടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വേറെ, അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇമോഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കും, അതും തെറ്റാവാനായിട്ടുള്ള ചാൻസ് വളരെയധികം ഹൈ ആയിരിക്കും. ഓക്കെ. കാരണം നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഇമോഷനെ വിശ്വസിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും, തെറ്റായിരിക്കും. ഓക്കെ. അപ്പൊ ഈ സമയത്ത് നമുക്കൊന്ന് ക്ഷമിക്കാൻ പറ്റുകയാണെങ്കിൽ, നമുക്ക് ആ ഇമോഷൻ ഒന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയാണെങ്കിൽ, ദാറ്റ് വുഡ് ബി മോർ റൈറ്റ് ഡിസിഷൻ. അങ്ങനത്തെ ഡിസിഷൻസ് എന്തായിരിക്കും, റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് കുറെ സമയം സേവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണത് ഇമോഷണൽ ബാലൻസിങ്. കാരണം നമുക്കറിയാം, നമ്മളെ ലൈഫിൽ നമ്മൾ സമയം കൂടുതൽ വേസ്റ്റ് ചെയ്യുന്നത് ഇമോഷൻസിനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന
വിശ്വസിച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളിലാണ്. അതിനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളാണ്. നമുക്ക് ആ സമയത്ത് ഒരു റിലീഫ് കിട്ടുമെങ്കിൽ കൂടിയും എന്ത് ചെയ്യും? കുറച്ചു കാലം കഴിഞ്ഞാൽ അതൊരു റിഗ്രറ്റ് ആയിട്ട് വരും. അത്രയും കുറെ സമയം നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ പേരിൽ വേസ്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡ്രീം ഉണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബും ഉണ്ട്. നമുക്ക് ഡ്രീമിനെ ഫോളോ ചെയ്യാൻ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് ഇമോഷൻസ് വരും. നിന്നെക്കൊണ്ട് ഇത് പറ്റുമോ? നേടിയെടുക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഒരുപാട് തോട്ട്സ് വരും. കംഫർട്ടബിൾ ആയിട്ടുള്ള ജോബ് ആണെങ്കിൽ ഈസിയാണ്. ഞാൻ കുറെ കാലമായിട്ട് ചെയ്യുന്നതാണ്. ഇതിൽ തന്നെ തുടരാം എന്നുള്ളൊരു സംഭവം നമുക്കുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മള് ഈ ഇമോഷൻസിൽ നമ്മൾ ഈ ഡ്രീമിന് പിന്നാലെ പോവുകയാണെങ്കിൽ അവിടെ ഇമോഷൻസ് വരും. പക്ഷെ ആ ഇമോഷൻസിനെ കണ്ടില്ല, അതല്ലെങ്കിൽ അതിനെ വിശ്വസിക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ എന്തായാലും ആ ഒരു ഡ്രീമിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ഈ ഒരു നമുക്ക് ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ജോബിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചു കാലം പോവും, അതിൽ പോവും. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് എന്ത് ചെയ്യും? റിഗ്രറ്റ് വരും. ദാ അന്ന് ഞാൻ ആ ഡ്രീമിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു റിഗ്രറ്റ് എന്ത് ചെയ്യും? നമുക്ക് വരുന്നതാണ്. ഓക്കെ. അപ്പോ മാത്രമല്ല ചിലപ്പോ എന്ത് ചെയ്യും? കുറച്ചു കാലം കഴിഞ്ഞിട്ട് പിന്നെ ആ ഡ്രീമിന് വേണ്ടി ഒന്നുകൂടിയും ഇറങ്ങിത്തിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാവും അന്ന് പണ്ട് ഞാനത് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ ഒരു വലിയ ലെവലിൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഒരുപാട് ലേറ്റ് ആയി എന്നുള്ള രീതിയിൽ പുതിയ ഇമോഷൻസ് വേറെയും വരും. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം വെച്ചാൽ ഇമോഷൻ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡിസിഷൻസ് ഒക്കെ റൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആ മൊമെന്റിൽ വരുന്ന ഇമോഷൻസിനെ വിശ്വസിച്ചുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അതായത് റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു സംഭവം. നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഓരോ പ്രശ്നത്തിനെയും നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതൊക്കെ. അപ്പോ ഇവിടെ നമുക്കറിയാം പല റിലേഷൻസിലും വലിയ വലിയ മുറിവുകൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആൾക്കാർ ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് ഉള്ള സമയത്താണ്. ആൾക്കാർ വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് അവര് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് പിന്നീട് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്? വലിയ മുറിവുകൾ ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ഈ സമയത്ത് നമ്മള് ഇമോഷണലി ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അഹ് ഞാൻ പറയാറുണ്ട് റെസ്പോൺസും റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. റിയാക്ട് ചെയ്യാന്ന് പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോടൊരു കാര്യം പറഞ്ഞു. അപ്പൊ തന്നെ നമുക്കൊരു ഇമോഷൻ വരും. ചിലപ്പോ നമ്മളെ ചീത്ത പറഞ്ഞു ഒരാള്. അപ്പൊ നമുക്കൊരു ഇമോഷൻ വരും. ഒരു ദേഷ്യത്തിന്റെ ഒരു ഇമോഷൻ. അതൊരു പാറ്റേൺ ആയിട്ട് വരുന്നതാണ്. അത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ആ ദേഷ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തിരിച്ചു പറയുമ്പോൾ അതാണ് റിയാക്ഷൻ എന്ന് പറയാം. അതാണ് റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ. നമ്മൾ ചില സമയത്ത് ഉമ്മാനോട് ഉപ്പാനോട് നമ്മള് അവരെന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് പിടിക്കൂല. ഭയങ്കര ഇറിറ്റേഷൻ വന്നിട്ട് എന്ത് ചെയ്യും? ആ ഇറിറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. ഓക്കെ. അപ്പോ ഇതിനെയാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറയാം. എന്നാൽ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം അവരെന്തോ പറഞ്ഞപ്പോ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ആ ഒരു ദേഷ്യം വന്നിട്ടുണ്ട്, ഇറിറ്റേഷൻ വന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ നമുക്ക് എന്തും അറിയാം, ഇത് ടെമ്പററി ആണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ പോകും. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, എനിക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നും പറയാതിരിക്കൽ ആവില്ല. നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ എന്ത് ചെയ്യും? അതിനൊരു സമയം ഒന്ന് ചെറിയൊരു സമയം കൊടുക്കും റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കൂൾ ആയിട്ട് അവിടെ എന്ത് ചെയ്യുള്ളൂ? റെസ്പോണ്ട് ചെയ്യുള്ളൂ. നമ്മൾ ആ ഒരു അവിടുന്ന് കിട്ടിയിട്ടുള്ള അതേ ഇമോഷൻ തിരിച്ചു കൊടുക്കുന്ന രീതിയിലാവില്ല. ഓക്കെ. ഇപ്പൊ അടുത്ത റീസെന്റ് ആയിട്ട് ആഹ് ഞാൻ നമ്മള് കാറിൽ പോവാണ്. അപ്പൊ കാറിൽ പോകുന്ന സമയത്ത് അറിയാതെ ഒരു കുഴിയിൽ വീണു. കുഴിയിൽ വീണ വെച്ചാൽ ആ കുഴിയിൽ വെള്ളം ഉണ്ടായിരുന്നു. ഈ വെള്ളത്തിൽ ഞാൻ ഈ കാറിന്റെ ടയർ വീണ സമയത്ത് ഈ ടയർ എന്ത് ചെയ്തു? ടയറിന്റെ വെള്ളം തെറിച്ചിട്ട് അപ്പുറത്ത് ഒരാൾ ബൈക്കുമ്പോ പോകണ്ടായിരുന്നു. ആളുടെ മേല് എന്ത് ചെയ്തു? ആകെ വെള്ളമായി. അപ്പോ ഞാനത് പതുക്കെ ഞാൻ പോയിരുന്നത്. പക്ഷെ കുഴിയിൽ വീണതുകൊണ്ടാണ് ആ വെള്ളം തെറിച്ചത്. അപ്പൊ ഇയാളെന്ത് ചെയ്തു? ഭയങ്കര ദേഷ്യമായിട്ട് എന്റെ അടുത്ത് വന്നു. ഓക്കെ. ആളെന്ത് ചെയ്തു? എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ട് നിർത്തി. എന്നിട്ട് ഭയങ്കര ദേഷ്യത്തില് ഗ്ലാസ് ഒക്കെ താഴ്ത്താൻ പറഞ്ഞു എന്നോട്. അപ്പൊ ആള് ഭയങ്കര ചൂടായിട്ടിരിക്കുക. അപ്പൊ പക്ഷെ ഞാൻ അവിടെ വളരെ ഫുൾ കാമായിരുന്നു. എനിക്കറിയാം ഇത് ആള് ഫുൾ ദേഷ്യത്തിലാ വരുന്നുണ്ടാവുക. കാരണം ഞാൻ അറിയാണ്ടാണെങ്കിൽ കൂടിയും എന്റെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ആള് കുറെ ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞു. പക്ഷെ ഞാൻ എന്ത് ചെയ്യില്ല കാമായിട്ടാണ് എന്റെ ഭാഗത്താണ് തെറ്റ്. അത് ആ കുഴിയിൽ വീഴേണ്ടതാണ്. സോറി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. വളരെ കാമായിട്ടാണ് എന്ത് ചെയ്തത്? ഞാൻ റെസ്പോണ്ട് ചെയ്തത്. അപ്പൊ ആൾക്ക് എന്തൊക്കെയോ പറയണമെന്ന് വന്ന ആളാണ്. പക്ഷെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ ചീത്തവിളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് സെന്റൻസ് പറഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ ആള് റിയാക്ട് ചെയ്യാണ്. ഞാൻ റെസ്പോണ്ട് ചെയ്യാണ്. ഞാൻ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആൾക്ക് ഇപ്പൊ ഞാൻ ഒപ്പം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അത് വലിയ പ്രശ്നമാക്കി മാറ്റും. ഓക്കെ. അവിടെ എന്ത് ചെയ്യും? പിന്നെ വണ്ടിയിൽ നിന്നൊക്കെ പിടിച്ച് ഇറക്കും. അല്ലെങ്കിൽ എന്റെ ഫോട്ടോ ഒക്കെ എടുക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യും ആള്. പക്ഷെ ഞാൻ അവിടെ ആളോട് റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്ത സമയത്ത് ആളുടെ സൗണ്ട് കുറഞ്ഞു 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 വന്നു.
അതായത് ആള് പറയുന്നത് ഓക്കെ, കാമായി 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 വന്നു, ആ പ്രശ്നം എന്ത് ചെയ്തു അതോടെ അവസാനിച്ചു എന്നുള്ളതാണ്. ഇൻ കേസ് ഞാൻ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ അരമണിക്കൂർ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കേണ്ടി വന്നിരുന്നു, അവിടെ ആള് കൂടിയായിരുന്നു, ആകെ പ്രശ്നമായിരുന്നു. അപ്പൊ ഇവിടെ നമ്മള് റിയാക്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട്. കാരണം നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങളാവും. നമ്മൾ ചെറുപ്പത്തിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ചിലപ്പം നമ്മൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാരോട്, നമ്മുടെ പാരന്റ്സിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും പിന്നീട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ആ ഒരു ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണ് എന്നുള്ള നമുക്ക് ഒരു ഇത് തോന്നാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ് അത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ദേഷ്യത്തിൽ നമ്മള് ആ ദേഷ്യത്തിനെ വിശ്വസിച്ച എന്താണ് നമ്മൾ ചെയ്ത ഒരു അബദ്ധമാണെന്നാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അവിടെ ഒന്ന് ഒരു സ്പേസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അവിടെ ഒന്ന് നമുക്ക് കാമായിട്ട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ വേറൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ നടത്തിയെടുക്കാനും നമ്മൾ എന്ത് ചെയ്യും? ഇമോഷണൽ ബാലൻസിങ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇത് ഞാനൊരു എക്സാമ്പിൾ പറയാറുണ്ട്. ഒരു കുട്ടിയുടെയും അമ്മയുടെയും എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മൊബൈലിൽ കളിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി മൊബൈലിൽ കളിക്കുമ്പോൾ മൊബൈൽ കളി നിർത്തണം എന്നാണ് അമ്മക്ക് ആഗ്രഹം. അപ്പൊ അമ്മ എന്ത് ചെയ്യും? ഒന്ന് രണ്ട് പ്രാവശ്യം മൊബൈൽ കളി നിർത്തുന്ന് പറയും. അപ്പൊ കുട്ടി അതൊന്നും കണക്കാക്കാതെ എന്ത് ചെയ്യും? പിന്നെയും കളിച്ചോണ്ടിരിക്കും. അപ്പൊ പിന്നെയും കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമ്മക്ക് ദേഷ്യം വരും. അമ്മ അത്രയും നേരം ഇമോഷൻസ് അവിടെ സപ്രസ് ചെയ്ത് കേട്ടോ. ഫസ്റ്റ് പ്രാവശ്യം ചോദിച്ചു, കുട്ടി മൈൻഡ് ചെയ്യണില്ല. അപ്പൊ അമ്മയ്ക്ക് ഉള്ളിൽ ദേഷ്യമുണ്ട്, അവിടെ അടിച്ചമർത്തിക്കുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു, പിന്നെയും കുട്ടി കളി നിർത്തണില്ല. പിന്നെയും കുറച്ച് ദേഷ്യം കൂടി കൂടുതൽ ഉള്ളിൽ കയറിയിട്ടുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു, കുട്ടി മൈൻഡ് ചെയ്യണേ ഇല്ല. പിന്നെയും ദേഷ്യം കയറി. ഈ ദേഷ്യം കൂടിയിട്ട് എന്ത് ചെയ്യണം? ഒറ്റയടിക്കാണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. ഓക്കെ, അതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും? അമ്മ രണ്ട് മൂന്ന് അടി എന്ത് ചെയ്യാണ്? കുട്ടിക്ക് കൊടുക്കുകയാണ്. കുട്ടി ഭയങ്കര കരച്ചില്. ഓക്കെ, കുട്ടി ഭയങ്കര കരച്ചില്. അമ്മക്ക് ആണെങ്കിൽ എന്ത് ചെയ്തു? ഏഹ് ആ അടി ആ ഇമോഷൻ റിലീസായി. ആ അടിയിലൂടെ, ആ ചീത്തയിലൂടെ എന്ത് ചെയ്തു? ഇമോഷൻ റിലീസായി പോയി. അപ്പൊ മനസ്സിലായി എന്ത്? അയ്യോ, കുട്ടിനെ അടിക്കണ്ടേയിരുന്നില്ല. ഓക്കെ, അത് എന്തായി? പ്രശ്നമായി. അടിക്കണ്ടേയിരുന്നില്ല. ആഹ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്താൽ മതിയെന്ന് തോന്നി. പക്ഷെ കുട്ടി കരച്ചിൽ നിർത്തില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്തു? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓന് മൊബൈലിൽ കളിച്ചോട്ടെ, അവൻ കരച്ചിൽ നിന്നോട്ടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ആ മൊബൈല് പിന്നെ ആ കുട്ടിക്ക് തന്നെ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ അമ്മയുടെ ഉദ്ദേശം എന്തായിരുന്നു? കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ വാങ്ങിക്കുക, ആ ഓവർ യൂസ് കുറക്കുക എന്നുള്ളതാണ്. പക്ഷെ അമ്മ അവിടെ റിയാക്ട് ചെയ്ത് പോയത് കൊണ്ട് അമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ആ മൊബൈൽ യൂസ്, ആ മൊബൈലിൽ കളിക്കുന്നത് നിർത്താൻ പറ്റിയില്ല. കാരണം അവിടെ അമ്മ എന്ത് ചെയ്തു? വീക്കായി, അമ്മയുടെ സൈഡ് വീക്കായി. കാരണം അമ്മ എന്താണ്? ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, ഞാൻ റിയാക്ട് ചെയ്ത് പോയല്ലോ എന്നുള്ള ഒരു വീക്ക്നെസ്സിലാണ് അമ്മ നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു സിമ്പതി ഇതാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? ആ കുട്ടിക്ക് പിന്നെയും മൊബൈൽ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. നമ്മള് റിലേഷൻഷിപ്പിലും നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇമോഷണലി ബാലൻസ്ഡ് അല്ലാതെ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ ആ ആർഗ്യുമെന്റിൽ എന്ത് ചെയ്യും? വീക്ക് ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മറ്റാൾ പറയുന്നത് ഇവൻ തെറ്റാണെങ്കിൽ കൂടി ചിലപ്പം നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ ഭാഗത്താണ് ശരി, പക്ഷെ നമ്മൾ ആർഗ്യൂ ചെയ്ത് വന്നപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് തുടങ്ങി. റിയാക്ട് ചെയ്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മളൊരു കാര്യം ഒരാൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാണ്. നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അയാൾ പറയുന്നില്ല. പക്ഷെ അയാൾ പറയാണ്ടായപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. അയാൾ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. അപ്പൊ ആൾ എന്ത് ചെയ്യും? ചിലപ്പോ ഇപ്പം ഇങ്ങനെയൊക്കെയാണല്ലേ ഈ പറഞ്ഞേ, ഇങ്ങനെ ഈ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ നമ്മളോട് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, എന്നാ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? അവിടെ നമ്മൾക്ക് ആ കാര്യം അറിയാൻ വേണ്ടി വന്ന നമ്മളാ, പക്ഷെ അവിടെ നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ആ കാര്യം നമ്മൾ ചോദിക്കുകയില്ല. ഇനി എന്താണ് അവിടെ ആ ഇമോഷനിൽ അങ്ങനെ പോയി എന്നുള്ള ആ റിയാക്ഷനിൽ അത് എന്ത് ചെയ്യും? ആ കാര്യം അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ത് ചെയ്യണം? അവിടെ മിസ് ആവുകയാണെന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അവിടുത്തെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എന്തായിരുന്നു ആവശ്യം, ആ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യും? അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് ഇമോഷണൽ ബാലൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇനി ഇമോഷണൽ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് റിലീസ് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ നമുക്ക് പണ്ടത്തെ ആ ഒരു ഹാപ്പിനെസ് സ്റ്റേറ്റിലേക്ക് ഇനിയും തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ എങ്ങനെയാ അതിനെ റിലീസ് ചെയ്യുക? റിലീസ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഇമോഷൻസിനെ റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരയുക എന്ന് പറയാറുണ്ട്. ഓക്കെ, നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു എബിലിറ്റിയാണ് കരയുക എന്നുള്ളത്. ഓക്കെ, ഇമോഷൻ റിലീസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് എന്തായിരിക്കും? കരയാന്നുള്ളതാണ്. കാരണം ഒരുപാട് ഇമോഷൻസ് പോകും. കാരണം നമുക്ക് കരഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കറിയാം അല്ലെ? നമ്മൾ ഒരു കാര്യത്തിലായിരിക്കും കരഞ്ഞു തുടങ്ങുക. പക്ഷെ കരഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനോട് ബന്ധപ്പെട്ട് കുറെ ഇമോഷൻസ് ഇങ്ങനെ കണക്ട് ചെയ്ത് പുറത്തു വരും. അപ്പൊ നമ്മൾ കരയുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ആക്ച്വലി ഒരുപാട് ഇമോഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
ഓക്കെ. നമ്മൾ കരച്ചിൽ നന്നായിട്ട് വിഷമം വന്നു. അങ്ങനെ കരച്ചിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പവർ അവിടെ കിട്ടും. ഒരു എനർജി, എന്തോ ഒരു ശക്തി നമുക്ക് എന്ത് ചെയ്യും ആ സമയത്ത് അവിടെ കിട്ടാറുണ്ട്. അത് തന്നെയാണ് ഇമോഷണൽ റിലീസ് നടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പം ഒന്ന് എന്താണ്, നമ്മള് കരച്ചിൽ വരുമ്പം കരയുക. ഓക്കെ. നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കരയണമെങ്കിൽ അങ്ങനെ കരയുക. പല ആൾക്കാരും കരച്ചിലിനെ ഒരു വീക്ക് ആയിട്ടുള്ള സംഭവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി കരച്ചിൽ എന്ന് പറയുന്നത് എന്തല്ല, ഒരു വീക്ക് ആയിട്ടുള്ള ഒരു സംഭവമല്ല. അതെന്താണ്, നമ്മുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഇമോഷൻസിനെ റിലീസ് ചെയ്യാനും അഡ്രസ് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് നമ്മുടെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് നമ്മുടെ വിഷമങ്ങൾ ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ. അവരോട് എന്ത് ചെയ്യാ, പറയാം ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, നമുക്ക് അവിടെ ഒരു സ്ട്രെങ്ത്, അതിൽ നിന്ന് നമുക്കൊരു ഒരു പവർ നമുക്ക് എന്ത് ചെയ്യും അതിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ കേൾക്കാൻ, നമ്മുടെ ഇമോഷൻസ് വാലിഡ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ശരിയാണ്, ട്രൂ ആണ് എന്നുള്ള രീതിയിൽ ഒരു ഒരു സ്ട്രെങ് ഒരു ഇതെന്ത് ചെയ്യും, ഒരു സപ്പോർട്ട് എന്ത് ചെയ്യും നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല നമ്മൾ അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും അഡ്രസ് ചെയ്യുന്നതാണ്. അപ്പം ഇൻ കേസ് നമുക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിലോ, ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ത് ചെയ്യുക, ജേർണലിംഗ് ചെയ്യാന്നുള്ളത്. ഓക്കെ. എഴുതുക. നമുക്ക് എന്ത് ഇമോഷൻസ്, എന്ത് സങ്കടം ഉണ്ടെങ്കിൽ കൂടിയും, ഈവൻ നമ്മൾ ആരോട് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ എനിക്ക് തോന്നുന്നതാണ്, അതൊന്നും ഇല്ല, അങ്ങനൊന്നും ഇല്ല, അല്ലെങ്കിൽ അതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ മറ്റുള്ളവരൊക്കെ പറയുകയാണെങ്കിൽ കൂടിയും നമ്മൾ അതിനെ ആ രീതിയിൽ എടുക്കാതെ, അത് നമ്മുടെ പ്രശ്നമായിട്ട് എടുക്കാതെ എന്ത് ചെയ്യുക, നമ്മൾ അത് എവിടെയെങ്കിലും എഴുതുക. അത് വിസ്തരിച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതുക. നമ്മുടെ ഡയറിയിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഇമോഷനെ റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ജേർണലിംഗ് ചെയ്യാവുന്നതാണെന്ത്, ഇമോഷൻസിനെ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു വേറൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ വഴികളൊക്കെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇമോഷൻസിനെ ഏറ്റവും നല്ല രീതിയിൽ റിലീസ് ചെയ്യാൻ പറ്റും. ഇമോഷൻസിനെ റിലീസ് ചെയ്തില്ലെങ്കിലുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞു. നമ്മളെന്തായിരിക്കും, നമ്മൾ റിലീസ് ചെയ്യാത്ത ഇമോഷൻസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ തലയിൽ ഒരു ചാക്ക് വെച്ച് നടക്കുന്നത് പോലെയുള്ള ഒരു ലിവിങ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ലൈഫ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ. പകരം നമ്മൾ അത് റിലീസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഫ്രീ ആവും. നമ്മുടെ എനർജി ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതാണ്. ഓക്കെ. സോ ഇതാണ് ഇമോഷണൽ റിലീസിന്റെയും ഇമോഷണൽ ബാലൻസിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ. ഇങ്ങനെ നമ്മള് ഇമോഷണൽ റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഹാബിറ്റ് ആയിട്ട് തന്നെ എടുക്കുക. അതുപോലെ തന്നെ ഇമോഷനെ ബാലൻസ് ചെയ്യേണ്ട, അതിനെ മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് നമുക്ക് വരുന്ന സമയത്ത് അത് അങ്ങനെ ബാലൻസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പവർഫുൾ ആയിട്ട് മാറും. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ പറ്റും. നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. ഓക്കെ. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ. കാരണം നമ്മളെന്താണല്ലോ അവിടെ ഇമോഷണലി അല്ല നമ്മൾ ലിവ് ചെയ്യുന്നത്. നമ്മളെന്താണ്, ക്ലാരിറ്റിയിലാണ് നമ്മളത് ലിവ് ചെയ്യുക. ഓക്കെ. ഇമോഷൻസ് ഒരിക്കലും നമുക്ക് ക്ലാരിറ്റി തരില്ല. ഇമോഷൻസ് എപ്പോഴും കൂടുതൽ സമയത്തും എന്താണ്, നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് തന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ് തന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് വരുന്ന തോട്ട്സ് ഒക്കെ. എന്നാൽ ഇമോഷൻ ഒന്ന് സെറ്റിൽ ആവാനായിട്ട് നമ്മൾ റെഡി ഇതാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ദ നെക്സ്റ്റ് മൊമെന്റ് വി വിൽ ഗെറ്റ് ക്ലാരിറ്റി. ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോ തീരുമാനം എടുക്കുന്ന സമയത്താണെങ്കിലും, ലൈഫിന്റെ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യേണ്ട കാര്യം, ഞാൻ ഈ തീരുമാനം എടുക്കുന്നത് എന്റെ ഇമോഷൻ കാരണമാണോ എന്നുള്ള ഒരു കാര്യം എപ്പോഴും ചെക്ക് ചെയ്യുക. ഇപ്പം ചില ആൾക്കാര് ഇപ്പോ ഡ്രീം ഗിവ് അപ്പ് ചെയ്യണമെന്നുകൊണ്ടായിരിക്കും, ആ ഡ്രീം എടുത്തു കഴിഞ്ഞാൽ, ആ ഡ്രീമിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല എന്ന് വേറെ ആരോ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവിടുന്ന് ഒരു ഇൻസെക്യൂരിറ്റി ആൾക്ക് വരും. ഇനിയിപ്പോ ഞാൻ രക്ഷപ്പെടാതിരിക്കുമോ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി വരുന്ന സമയത്ത് അയാൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ അയാൾ എടുക്കുന്ന തീരുമാനമായിരിക്കും എന്തായിരിക്കും, തെറ്റായിട്ടുള്ള തീരുമാനമായിരിക്കും. എന്നാൽ ആ ഇമോഷൻസ് അവിടുന്ന് പോയി, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും പോയിട്ട് ഒരു ക്ലാരിറ്റിയിൽ ഒരു തീരുമാനം വരികയാണ്, ആ തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റൈറ്റ് ആയിട്ടുള്ള തീരുമാനമായിരിക്കും. ഓക്കെ. അപ്പം ഏതൊരു തീരുമാനം എടുക്കുന്ന സമയത്തും നമുക്ക് അതൊന്ന് ആഹ് ആ ഇമോഷൻസിന്റെ സ്റ്റേറ്റിൽ നിന്നും പുറത്ത് കടന്നതിന് ശേഷം നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുകയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് സമയം എന്ത് ചെയ്യും, സേവ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ. ഇതുപോലെ നമ്മുടെ ഹെൽത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇമോഷൻസ് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടും. ഇമോഷൻസ് നമ്മൾ നന്നായി നല്ല രീതിയിൽ റിലീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അസുഖം വരുന്നതൊക്കെ എന്തുകൊണ്ടാണ്, നമ്മുടെ ഉള്ളിൽ ഓൾറെഡി നെഗറ്റീവ് എനർജീസ് ഒരുപാടുണ്ട്. അതിനെ ട്രിഗർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് അത് അസുഖമായിട്ട് മാറുന്നത്. പക്ഷെ നമ്മൾ ഇമോഷണൽ റിലീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. ഓക്കെ. ബോഡി വീക്ക് ആവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവർക്ക് ആ അസുഖങ്ങളൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി ആ ബോഡിക്ക് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അസുഖം വരില്ല.
പക്ഷെ ഈ ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അസുഖങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റി കുറവായിരിക്കും. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ബെറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ നല്ല രീതിയിൽ ഇമോഷണൽ റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ ഇമോഷണൽ ബാലൻസ് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫ് കൂടുതൽ ഹാപ്പി ആവും, കൂടുതൽ കളറാവും എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇത്രയാണ് നമുക്ക് ഇമോഷണൽ ബാലൻസിങ്, ഇമോഷണൽ റിലീസിങ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോ ഇത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയി എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. യു ആർ വെൽക്കം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു വെരി മച്ച്. ഫോൺ എന്ന പേരാണ് കാണുന്നുള്ളത്. അതെനിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾക്ക് നമ്മളോടും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോടും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മളോട് ഏതെങ്കിലും ഇമോഷൻസ് വന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത്, ഇത് നിനക്കൊക്കെ ഇത് തോന്നുന്നതാണ്, ഇതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമുള്ളതല്ല എന്ന് നമ്മൾ മറുപടി പറയുന്നതിന് പകരം, ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് യു, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെ വാലിഡ് ആണ്, നമുക്കൊന്ന് ക്ഷമിച്ചു നോക്കാം, ഓക്കെ, കുറച്ച് സമയം നമുക്ക് എടുത്തു നോക്കാം, അത് ശരിയാവും എന്നുള്ള രീതിയിൽ അവരുടെ ഒപ്പം നമുക്ക് നിൽക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പോഴാണ് അവർക്ക് അവരുടെ ഇതൊരു വിശ്വാസം വരിക. അല്ലെങ്കിൽ നമ്മൾ സ്വയം ഇഷ്ടമില്ലാത്തവരായിട്ട് മാറുന്നതാണ്. നമുക്ക് സ്വയം സംശയങ്ങൾ കൂടും. നമ്മളെ തന്നെ നമ്മൾ ഡൗട്ട് ചെയ്യുന്നതാണ്. പകരം നമ്മൾ തന്നെ നമുക്ക് ഡൗട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ട്രൂ ആയിട്ട് തന്നെ അഡ്രസ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? അവരുടെ ഇമോഷൻസ് വാലിഡ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവര് ഏഹ് അവർക്ക് നമ്മളോടുള്ള കണക്ഷൻ, ഇഷ്ടം ഒക്കെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം അവരെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഏഹ് ഒപ്പം നിൽക്കുന്ന ഒരാളായിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ അവർ പരിഗണിക്കുക. ഓക്കെ. അതെന്ത് ചെയ്യും? അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരാനായിട്ട് കാരണമാവും. ഓക്കെ. സോ കൂടുതൽ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാ? ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ലൈഫ് ഒരുപാട് ഫ്രീ ആവും. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ നമുക്ക് വലിയ നല്ല മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ്. സി യു.